മുതിർന്ന പാർട്ടിയുടെ നേതാക്കൾ, എൻ്റെ പേര് ഡോക്ടർ എം അബ്ദുൽ സലാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുൻപ് ഇതേ വേദിയിൽ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ ടൈറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന ടൈറ്റിലായിരുന്നു. അത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഡെവലപ്മെൻ്റൽ മിഷനിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായ, ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായ, ഏതാണ്ട് 18 കോടിയിലധികം മെമ്പേഴ്സുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗമാകുകയായിരുന്നു. അന്ന് ഞാനൊരു പ്യൂർ അക്കാഡമിഷ്യനായിരുന്നു. ഇന്ന് ഞാനൊരു റിട്ടയർ ചെയ്ത അക്കാഡമിഷ്യൻ, ബട്ട് എ ഡോമിനൻ്റ് പൊളിറ്റീഷ്യൻ. ഈ 2024 നടക്കാൻ പോകുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ലിസ്റ്റായ 195 പേരുടെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ട വിവരം നിങ്ങൾക്കറിയാം. അന്ന് വൈകുന്നേരം ഏതാണ്ട് 6:30-35 മറ്റാണ് ഞാനൊരു കാൻഡിഡേറ്റാണ് എന്നും അത് മലപ്പുറം ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നാണ് എന്നുള്ള വിവരം ടി വി കൂടി മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അതുവരെ പാർട്ടിയുടെ സാധാരണയുള്ള രീതി അനുസരിച്ച് രഹസ്യമായി ഡേറ്റകൾ എടുക്കുകയും സർവേ നടത്തുകയും അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്ത് സീനിയർ നേതാക്കളും പല തട്ടിലെ ജൂനിയർ നേതാക്കളും ഒക്കെ ഡിസ്കസ് ചെയ്ത് കോൺഫിഡൻഷ്യലായിട്ട് എടുക്കുന്ന തീരുമാനമായതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആ 195 പേരിൽ ഒരു വലിയ നമ്പർ ഓഫ് ആൾക്കാർ അവർ കാൻഡിഡേറ്റ് ആണെന്നുള്ളത് അത് റിലീസ് ചെയ്യുന്ന വേളയിൽ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കാര്യം കുറേ അനൗൺസ് ചെയ്തു എന്ന് തോന്നി. പക്ഷേ പെട്ടെന്ന് എനിക്ക് ഡൽഹിയിൽ നിന്നൊക്കെ ഓരോരുത്തർ എന്നെ വിളിച്ചു ചോദിച്ചു, ഡു യു നോ ദാറ്റ് യു ആർ 1 out of 195, 1 മുസ്ലിം ഔട്ട് ഓഫ് 195 കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യ മഹാരാജ്യത്ത് 19 കോടി മുസ്ലിങ്ങളുള്ളതിൽ ഒരാളായിട്ട് ആദ്യത്തെ ലിസ്റ്റിൽ പെടാൻ ഭാഗ്യമുണ്ടായതിൽ എനിക്കപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നെ അങ്ങനെ തിരഞ്ഞെടുത്ത BJPയുടെ ഉന്നതങ്ങളിലെ നേതാക്കളോട് ഞാൻ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് മാനസികമായും ശാരീരികമായ പ്രിപ്പറേഷൻസ് എടുത്തതിന് ശേഷം ഇന്നലെ വൈകുന്നേരം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഇന്ന് രാവിലെ 8 മണിക്ക് ഞാനിവിടെ എത്തി. പാർട്ടി ഓഫീസിൽ വന്നു. മുതിർന്ന നേതാക്കളുടെ സ്വീകരണം ഏറ്റുവാങ്ങി. അത് കഴിഞ്ഞ് 1-2 ഹൗസ് വിസിറ്റും പേഴ്സണൽ വിസിറ്റും കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഞാൻ പത്രപ്രവർത്തകരെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് വരികയാണ് ചെയ്തത്. ഈ അവസരത്തിൽ ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നതിന് പകരം പത്രപ്രവർത്തകർക്ക് എന്തെങ്കിലും സ്പെസിഫിക്കായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയസാധ്യതകളുള്ള സീറ്റുകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 195 പേരുടെ ലിസ്റ്റേ വന്നിട്ടുള്ളൂ. ഇനിയും ഏതാണ്ട് 300-ലധികം സീറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. അതിൽ പ്രതീക്ഷിക്കാം. BJP എന്ന പാർട്ടി മറ്റുള്ളവർ പറയുന്ന പോലത്തെ ഒരു പാർട്ടിയല്ല. അതൊരു ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞ് അതിനെ ഒരു സൈഡിലേക്ക് ചേർത്ത് നിർത്തുന്നത് ഇവിടുത്തെ ഇന്ത്യ സംഘത്തിൻ്റെയും ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടികളുടെയും അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പവർ ഹംഗ്രി ആയിട്ട് പവറില്ലാതെ വിഷമിച്ച് ദാഹിച്ച് നടക്കുന്ന ഒരു കൂട്ടം പൊളിറ്റീഷ്യൻസ് അവരുടെ ആഗ്രഹ സാധിക്കത്തിന് വേണ്ടി
എന്ത് കള്ളപ്രചരണവും നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ. മറിച്ച് കഴിഞ്ഞ 10 വർഷം മോഡിജിയുടെ ദ ജേണി ഓഫ് ഡെവലപ്മെൻറ്റ് അത് നിങ്ങൾ പഠിക്കുകയും ദ മോഡി മോഡൽ ഓഫ് ഗവേണൻസ് പഠിക്കുകയും മോഡി മോഡൽ ഓഫ് ഫിലോസഫി ഓഫ് ഗവേണൻസ് പഠിക്കുകയും മോഡി മോഡൽസ് ഓഫ് ടെക്നോളജി എംബ്രേസ്മെൻറ്റ് പഠിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോഡിജി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, such a techie prime minister, such a visionary prime minister, such an inclusive prime minister, always including the entire 143 crores of Indians for development. പിന്നെ അദ്ദേഹം മുസ്ലിങ്ങളെ കൊല്ലുന്ന ആളാണെന്ന് പറഞ്ഞ് കുറേ കാലം ഗുജറാത്ത് ഇൻസിഡൻറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചതാണ്. അതൊക്കെ വെറും സ്റ്റോറിയാണെന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ്. പാവപ്പെട്ട ഇന്നസെൻ്റ് ആയിട്ടുള്ള കൂടുതൽ വായിച്ച് വിവരങ്ങൾ അറിയാൻ പറ്റാത്ത പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഘങ്ങൾ, ഈ പവർ ഹംഗ്രി ആയിട്ടുള്ള ഇൻഡി സംഘങ്ങളോ എന്താ പറയണത് ഓപ്പോസിഷനിലുള്ളവരോ ഒക്കെ നടത്തുന്ന കുപ്രചരണങ്ങളാണ്. ഇതൊന്നും ഏഷ്യയില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 26 കോടി ജനങ്ങളുള്ള യു പിയിൽ, അതിൽ 5 കോടിയിലധികം മുസ്ലിങ്ങളുള്ള യു പിയിൽ ഇന്ന് മുസ്ലിങ്ങൾ വളരെ വളരെ സന്തോഷവാന്മാരാണ്. അവർ മോഡിക്ക് വേണ്ടി അമ്പലങ്ങൾ വരെ വെച്ച് അദ്ദേഹത്തെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഏതാണ്ട് 18-ലധികം സ്റ്റേറ്റുകളിൽ BJP ഒറ്റയ്ക്കും കൂട്ടായും ഭരണം നടത്തുകയാണ്. അതായത് ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും സുരക്ഷിതത്വം, സീറോ കറപ്ഷൻ, സീറോ ടെററിസം, ഇൻക്ലൂഷൻ ഓഫ് എവരിബഡി, അഡോപ്ഷൻ ഓഫ് ടെക്നോളജീസ്, ഇ ഗവേണൻസ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, GST, NEP തുടങ്ങി നിരവധി പരിപാടികൾ. അത് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, എയർപോർട്ട്, സീപോർട്ട്, ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഇൻ എവറി ഫീൽഡ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മോഡിജി ആരായിരുന്നു എന്നും മോഡിജിയുടെ ആക്സെപ്റ്റൻസ് നാഷണൽ ലെവൽ എന്താണെന്നും ഗ്ലോബൽ ലെവൽ എന്താണെന്നും ഇൻ്റർനാഷണൽ അവാർഡ്സ് എത്ര അദ്ദേഹത്തിന് കിട്ടിയെന്നും 13-ലധികം ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയതിൽ 7ഓളം ഇൻ്റർനാഷണൽ അവാർഡ്സ് ടോപ്പ് റെക്കഗ്നിഷൻസ് മുസ്ലിം രാജ്യങ്ങളിലാണെന്നും UAE പോലുള്ള രാജ്യങ്ങളുടെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ തോളിൽ പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും സ്വന്തം ബ്രദറെന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ട് തരിച്ചു നിൽക്കുന്നവരാണ് ഇന്നത്തെ ഓപ്പോസിഷനും ഇന്ത്യ യൂണിയനും. അതെ, ഞാൻ നിങ്ങളോട് ഗുജറാത്ത് കലാപത്തെപ്പറ്റി ഒരു ഡിബേറ്റോ ഡിസ്കഷനോ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച, ഞാൻ വായിച്ച, ഞാൻ പോയി സ്റ്റഡി ചെയ്ത, ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത, അല്ലെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത ലിറ്ററേച്ചർ, ഡിസ്കഷൻസ്, അതിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനപ്പുറം അതിന് താങ്കളോട് ഒരു ഡിബേറ്റ് ചെയ്യാൻ ഞാൻ ശക്തനല്ല എന്നല്ല പറഞ്ഞത്. ഗുജറാത്തിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, അതിൻ്റേതായ റീസണുണ്ട്. ആ സമയത്ത് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു എന്നതുകൊണ്ട് സൗകര്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിയ ഒരു സ്റ്റോറി ആയിരുന്നു എന്നുള്ള വളരെ വളരെ വ്യക്തമാണ്. അതെല്ലായിടത്തും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെയും നിങ്ങളുടെ ബുദ്ധി പോലെയും ശക്തി പോലെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ വ്യൂസ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ വ്യൂസ് നിങ്ങളെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതുമില്ല. നിങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് പറയാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വ്യൂസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അയോധ്യയുടെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്നായി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്.
നിങ്ങൾ പൊളിറ്റിക്സ് നിങ്ങൾ റിലീജിയൻ ബേസ്ഡ് കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ? എനിക്കതിനൊരു മറുപടി നിങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്ക് ഒറ്റ വാക്കിലല്ല ഒരു മറുപടി പറയാനുണ്ട്. ബാബറി മസ്ജിദ് അവിടെ തകർത്തു എന്ന് പറയുന്ന 90-91 കാലങ്ങളിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന പാണക്കാട് അന്നത്തെ ശിഹാബ് തങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞത് ഞാൻ ഓർമ്മയുണ്ട്. നിങ്ങൾ പോയി അമ്പലങ്ങൾ രക്ഷിക്കണം, കാവൽ നിൽക്കണം എന്ന് പറഞ്ഞ കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഈ അടുത്ത കാലത്ത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും രാഷ്ട്രീയം പറയാൻ ഒരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ പറഞ്ഞ റിപ്ലൈ നിങ്ങൾക്കറിയാം. എന്താണ്? ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാതെ നിങ്ങൾ വീണ്ടും മുസ്ലിങ്ങളെ രാമക്ഷേത്രത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിടരുത് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതേ ഒപ്പീനിയൻ തന്നെയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്നതാണ്? രാമക്ഷേത്രത്തിൻ്റെ ആ കഥ, ആ സ്റ്റോറി, ബാബറി മസ്ജിദ് പൊളിച്ച കാര്യം, ബാബറി മസ്ജിദിൻ്റെ പഴയ ഹിസ്റ്ററി ഒക്കെ പഠിച്ചതിന് ശേഷം ഇത്രയും ബഹുമാന്യരായ മത ലീഡേഴ്സ് എടുത്ത തീരുമാനം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിലപ്പുറം എനിക്ക് അതിനെപ്പറ്റി പറയാനേ ഇല്ല. എന്താണ് ഈ പള്ളി പൊളിച്ചത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്? പള്ളി പൊളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്കെടുത്ത് മാത്രം കണ്ട ഒരു പള്ളി പൊളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളതിൻ്റെ ഹിസ്റ്ററി മൊത്തം വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുസ്ലിം വോട്ടർമാരുടെ അത് പറയാനല്ലല്ലോ വന്നത്. ഞാൻ മുസ്ലിം വോട്ടറുടെയൊക്കെ ബാബറി മസ്ജിദ് പിടിച്ച കാര്യം പറയാൻ വേണ്ടി അല്ലല്ലോ വന്നത്. എനിക്ക് എൻ്റെ ബിസിനസ് അല്ല. എനിക്ക് മുസ്ലിം വോട്ടർമാരെ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ BJP പിന്നെ രാമക്ഷേത്രത്തിന് ചെയ്തത് നല്ലതാണെന്ന് പറയാനോ മറ്റേത് ചീത്തയാണെന്ന് പറയാനോ ഒന്നല്ല ഞാൻ വന്നത് മലപ്പുറം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നതിന് വന്നു. അതിന് ബന്ധപ്പെട്ട വോട്ടർമാർ എന്തെങ്കിലും എന്നോട് നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന് എനിക്കറിയാവുന്ന എനിക്ക് ഉചിതമായ ഉത്തരങ്ങൾ ഞാൻ പറയുകയല്ലാതെ അതിനൊരു ഡിബേറ്റിനോ അതിനൊരു ഗുസ്തിക്കോ ഞാൻ തയ്യാറല്ല. BJPയുടെ നിലപാട് ഞാൻ അംഗീകരിക്കുന്നു. കാര്യം ഞാൻ ചുമ്മാതല്ല അംഗീകരിച്ചത്. BJPയുടെ നിലപാട് BJPയുടെ നിലപാട് എന്തായിരുന്നു അത് നിങ്ങൾക്കറിയോ? BJPയുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്കറിയാം? അല്ലേ നിങ്ങൾ പറയും, ആദ്യം പറയും BJPയുടെ നിലപാട് എന്താണെന്ന് പറയൂ. നിങ്ങൾ ഇത് നിങ്ങളുടെ വെർഷൻ. ഓക്കെ, നിങ്ങൾ എല്ലാവരും വെർഷൻ ആയിക്കോട്ടെ. അതിന് എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ തേടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റേതായ ഒപ്പീനിയൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ മനസ്സിലായി. എന്താണ് ഞാൻ അംഗീകരിക്കുന്നത് ചോദിച്ചത്? BJPയുടെ നിലപാടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ദീർഘമായ ഡിസ്പ്യൂട്ടിന് ശേഷം തീരുമാനം വന്നതിന് ശേഷം പള്ളി വയ്ക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കുകയും രാമക്ഷേത്രം പണിയാൻ സ്ഥലം കൊടുക്കുകയും ലീഗൽ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുകയും ചെയ്തതിന് ശേഷം വന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവരാണ് ഈ രാജ്യത്തെ BJPക്കാർ മാത്രമല്ല ബഹുഭൂരിപക്ഷം ജനങ്ങളും, ഇൻക്ലൂഡിങ് മുസ്ലിം ലീഡേഴ്സ്. അത് എന്തുകൊണ്ടാണ് അംഗീകരിക്കാതിരിക്കുന്നത്? അതിനുള്ള റീസൺ എന്നതാ? അവിടെയാണ് നിങ്ങൾ ഇന്ത്യ സംഘം പറയുന്ന പോലെ, ഓപ്പോസിഷൻ പറയുന്ന പോലെ കള്ളക്കഥ പറഞ്ഞ് ഇവിടുത്തെ പാവം മുസ്ലിങ്ങളെ ബാബറി മസ്ജിദിൻ്റെ അവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ട് അവൻ്റെ വോട്ട് വാങ്ങി അവന് ദ്രോഹം മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എന്തും ഉന്നയിക്കാം. യു ആർ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് വേൾഡ്. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ ഇവിടെ രാമക്ഷേത്ര ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ വന്ന ആളല്ല. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് പറയേണ്ട ഫോറങ്ങളിൽ ഇവിടെയും ഞാൻ പറഞ്ഞു. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ വ്യക്തമായി പറഞ്ഞു. ഇതിനപ്പുറം ഞാൻ ആയിക്കോട്ടെ. നിങ്ങൾ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ 70% വരുന്ന മുസ്ലിങ്ങൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നത്.
നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ 70% മുസ്ലിങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും നിങ്ങൾ പറഞ്ഞ വ്യൂ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ മുസ്ലിം ലീഡേഴ്സ് സാദിഖലി തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞതിനപ്പുറം അവരെങ്ങനെ വിശ്വസിക്കും? അവർക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ എനിക്കും കൺവിൻസ്ഡ് ആണ്, എനിക്കല്ലെങ്കിലും കൺവിൻസ്ഡ് ആണ്, അതിനുശേഷം അവർക്കും കൺവിൻസ്ഡ് ആണെന്ന് അവർ പറഞ്ഞു. ചോദിച്ചോളൂ. ഓക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്താ വൈരുദ്ധ്യം? ആ അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമല്ലേ, ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പ്രശ്നം, നിങ്ങളത് പറഞ്ഞിട്ട് നിങ്ങളെൻ്റെ വായിലോട്ട് തള്ളി കയറ്റല്ലേ? നോ, നിങ്ങൾ ഡോണ്ട് പുട്ട് യുവർ വേർഡ്സ് ഇൻറ്റു മൈ മൗത്ത്. ഞാനിത് രണ്ടും പറഞ്ഞല്ല, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ വ്യക്തമായ മറുപടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് രാമക്ഷേത്രത്തെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഞാൻ വന്നതുമല്ല, അല്ലെങ്കിൽ മുസ്ലിം പള്ളി തകർത്ത് ന്യായീകരിക്കാൻ വന്നതുമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിഷൻ നിൽക്കാൻ വന്നതല്ല. ദാറ്റ് ഈസ് നോട്ട് മൈ ബിസിനസ്. ദേ ആർ ഓൾ സെറ്റിൽഡ് ഇഷ്യൂസ് ബൈ ഓൾ ദ കൺസേൺ പീപ്പിൾ. എന്തുകൊണ്ടല്ല? അവരെന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്നു, അവരെന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അവരെന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നു? പാടുണ്ടോ നിങ്ങൾ ചോദിച്ചു. എന്ത് റീസണിൽ നിങ്ങൾ പാടേണ്ടതെന്ന്? ആരോടൊപ്പം? പല വിഷയത്തിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. കാര്യം അവർ അത്രയും നന്മയുള്ള മനുഷ്യരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. പല വിഷയത്തിലും ഞാൻ അവരുടെ കൂടെ ഉണ്ട്. ചില വിഷയങ്ങളിൽ യോജിക്കാൻ പറ്റാത്തതിൽ അവരുടെ കൂടെ ഉണ്ടാവത്തില്ല. അല്ല, നിങ്ങളിപ്പം ചില ചോദ്യങ്ങൾ നിങ്ങൾ പർപ്പസ്ഫുള്ളായിട്ട് ഇട്ടിട്ട് എന്നെ കൊണ്ട് വേറെ പറയിക്കാനല്ലേ, അതങ്ങ് മനസ്സിരിക്കട്ടെ, അത് വേണ്ട. എന്തേ പ്രധാനമായിട്ട് വോട്ട് പിടിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJP ഈസ് നൗ ഗോയിങ് വിത്ത് എ ഗ്രേറ്റ് ഡെവലപ്മെൻറ്റ് അജണ്ട. 2047 ആകുമ്പം ഇന്ത്യ ഒരു വികസിത രാജ്യം ആയി മാറുക, ഡെവലപ്ഡ് നേഷനായി മാറുക എന്നുള്ളതാണ് BJPയുടെ അജണ്ട. അതിൻ്റെ ഭാഗമായി 760ഓളം ഡിസ്ട്രിക്റ്റുകളെ ഓരോ ഡിസ്ട്രിക്റ്റിനെയും എടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു ടോട്ടൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എന്നാ പറയും. എല്ലാ മേഖലയിലും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ മത്സരിക്കുന്ന ഞാൻ ഇവരെ റെപ്രസെൻ്റ് ചെയ്ത് വരികയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് വികസിത ഇന്ത്യയുടെ ഭാഗമായി വികസിത മലപ്പുറം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗവൺമെൻറ്റൽ പ്രോഗ്രാംസ് കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മലപ്പുറത്തെ വികസിപ്പിക്കുക. അത് തന്നെയാണ് എൻ്റെ അജണ്ട. കണ്ടിട്ടുണ്ട്. മലപ്പുറത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എൻ്റെ മനസ്സിലുണ്ട്. മലപ്പുറത്തിൻ്റെ ഡെമോഗ്രഫിയും അതിൻ്റെ ഫിസിയോഗ്രാഫിയും അതിൻ്റെ അഗ്രികൾച്ചറും അതിൻ്റെ ടൂറിസവും അതിൻ്റെ എയർവേ ഓപ്പർച്യൂണിറ്റീസും പല പ്രോബ്ലംസും വിമൻ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും സ്കില്ലിങ്ങും എഡ്യൂക്കേഷനും ഹെൽത്തും ഇങ്ങനെ വിവിധ മേഖലയിലുള്ള പ്രോബ്ലംസും പ്രോസ്പെക്ട്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഞങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകം മൊത്തം ഉറ്റുനോക്കുന്നത് ദുബായ് സോർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദുബായ് അതുപോലെ എടുത്തുകൊണ്ട് വരാനല്ല, ദുബായിലൊക്കെ നമ്മൾ കാണുന്ന, നമ്മളെല്ലാവരും അവിടെ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന നന്മകൾ കാണുന്ന എലിമെൻറ്റ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടുത്തെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നവയാണെങ്കിൽ അത് ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി വരുന്ന ആ ഡെവലപ്മെൻറ്റ് 2047 ജേണിയിലേക്ക് പോകുമ്പോൾ വേണ്ട ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനുണ്ട് അജണ്ട എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോണത്, അല്ലാതെ ബാബറി മസ്ജിദ് അല്ല ഞാൻ പറയുന്നത്. എന്താണ്? Don't worry about it. I am not the governor. You go and talk to Arif Muhammad. No. നിങ്ങൾക്ക് എന്ത് അജണ്ട ഉള്ള ആളാണ്? You may be representing the Indie team. Don't put. എന്താ? ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല ഞാൻ പറയണത് പൂക്കോട് നടന്നത് ക്രൈമാണ്, മാൻസ്ലോട്ടറിംഗ് ആണ്, ക്രിമിനലാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്.
ഒരു ഫാമിലിയിൽ അത്താണിയായ ഒരു കുട്ടിയെ പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് അവൻ BVSCക്ക് വന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവനെ പിടിച്ച് റാങ്ക് ചെയ്ത് കൊല്ലുന്നത് അത് ക്രൈമാണ്. ഞാൻ ഉപയോഗിക്കുന്ന വേർഡ് മാൻ സ്ലോട്ടറിങ് എന്നാണ് പറയുന്നത്. അതെനിക്ക് പറയാം. അതിപ്പോൾ DYFI എല്ലാം ആര് ചെയ്താലും അതാണ് എന്ന് പറയണത് എനിക്കിഷ്ടം. DYFI ആണെന്ന് നിങ്ങളാണ് പറയണത്, പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആണെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളാണെങ്കിലും ദാറ്റ്സ് എ ക്രൈം, അൺപാർഡണബിൾ ക്രൈം. കേട്ടില്ല. വിദേശ സർവകലാശാലകളിൽ ഒരു ദിവസം അറിയാതെ ഫിനാൻസ് മിനിസ്റ്ററുടെ വായി വന്നെന്ന് പറഞ്ഞ് ഉടനെ തന്നെ കുറേ പേര് ഏറ്റുപിടിച്ച് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഞാനും കേട്ടതാണ്. ഞാനും അത് കാണുകയും കേൾക്കുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ഈ വിദേശ സർവകലാശാല കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് കുറേ കാലമായിട്ട് പറയുന്നു. അതിന് ചില പോസിറ്റീവ് കാര്യങ്ങളും പറയുന്നു, നെഗറ്റീവ് കാര്യങ്ങളും പറയുന്നു. രണ്ടിലും അർത്ഥങ്ങളുണ്ട്. പക്ഷേ അത് വരേണ്ട രീതിയിൽ വരേണ്ട സമയത്ത് വരേണ്ട പോക്കറ്റുകളിൽ വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓബ്ജക്റ്റീവ് ഉണ്ട്. ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി, മേക്കിംഗ് റെഡി ഓഫ് ദ പേഴ്സൺസ് ഫോർ ദ ഫ്യൂച്ചർ എന്നൊക്കെയുള്ള ഫിലോസഫിയിൽ അത് കൊണ്ടുവരാൻ സാധിച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഗുണം തന്നെ ചെയ്യും. തിരിച്ച് ക്രിട്ടിക്സ് പറയുന്ന പോലെയുള്ള ഡാമേജസ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് ബാഡ് തന്നെയാണ്. അല്ല പെട്ടെന്ന് വിദേശ സർവകലാശാല നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒറ്റ വാക്കി പറയുന്നത് ശരിയുള്ള കാര്യമല്ല. എവിടെയാണ്? അതായത് നിങ്ങളിപ്പോൾ പറയണത് അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം ക്യാമ്പസ് അങ്ങനെ കിടക്കുന്നു, അതിനെന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇതിങ്ങനെ കിടക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും BJP ലീഡേഴ്സിനോടോ റൂളേഴ്സിനോടോ പറഞ്ഞിട്ടുണ്ടോ മലപ്പുറം ക്യാമ്പസ് ഓഫ് അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഈസ് ഡൈയിങ് എന്നോ അല്ലെങ്കിൽ ഡിസപ്പിയറിംഗ് എന്നോ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഐ വിൽ ബി വർക്കിംഗ് ഫോർ transforming Malappuram as a knowledge city or an edu city. In that process many things will come. അത് തന്നെ ഫണ്ട് അനുവദിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ if there is a will there is a way. Is a political wish and a political will and a determination for implementation, it will come. നിങ്ങളിവിടെ 15, 20, 30 കൊല്ലം നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഏതെങ്കിലും പാർട്ടികളെ MP-മാരെ അവിടെ അയക്കുന്നുണ്ടല്ലോ, കൂടുതൽ സമയം ഓപ്പോസിഷനിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഇരുന്നിട്ട് വാക്കൗട്ട് നടത്തി വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ ഇതുവരെ MP ആയിട്ടില്ലല്ലോ, ഞാനിപ്പോൾ BJP ചേർന്നിട്ട് മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, അത് ആരുടെ ജോലിയാണ്? ഇവിടുത്തെ MP-മാരുടെ ജോലിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം ഇവിടുത്തെ MP-യോട് ചോദിക്കും? ആരാ? അത് നിങ്ങളുടെ MP-യോട് തന്നെ ചോദിക്കണം. അദ്ദേഹം പോയി ചോദിക്കണം, അവിടെ ഡൽഹിയിൽ പോയി ചോദിക്കണം എന്തുകൊണ്ട് പൈസ തരുന്നില്ല എന്ന് ചോദിക്കണം. ഞാൻ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടു ആരാ പറഞ്ഞു നിങ്ങളുടെയൊക്കെ? മുസ്ലിം ലീഗുമായിട്ട് എനിക്ക് ഞാൻ അന്ന് പൊളിറ്റീഷ്യനേ അല്ല, അന്ന് ഞാൻ ടോട്ടൽ 100% അക്കഡമിഷ്യനായിരുന്നു. അവരുമായിട്ട് അന്നും എനിക്ക് നല്ല ബന്ധം തന്നെ ഉള്ളത്. ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ട്. ഞാൻ എണ്ണി പറഞ്ഞത് എൻ്റെ ടോപ്പ് ലീഡേഴ്സ് എല്ലാം എന്നോട് വളരെ സ്നേഹമുള്ളവരാണ്. അതിനേക്കാളും സ്നേഹം എനിക്ക് അവരോടുള്ളവരാണ്. ഞാൻ അവരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. മുസ്ലിം ലീഗിൽ ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ ഞാൻ നല്ല നന്മയുള്ള മനുഷ്യരെന്ന് കാണുന്നവരാണ്. മലബാറിലെ മുസ്ലിങ്ങളും നന്മയുള്ളവരാണെന്ന് കാണുന്നയാളാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ചില അൺഡിസൈറബിൾ എലിമെൻറ്റ്സ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഇൻഡി ടീംസ് ഓർ സം അതർ പവർ ഹംഗ്രി പീപ്പിൾ, അവരെല്ലാം കൂടെ ചേർന്ന് ഇവരുടെ പാവങ്ങളുടെ മനസ്സിൽ ഇരുട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. എന്താണ്? മോഡി എന്ന് പറഞ്ഞാൽ കില്ലറാണ്, BJP എന്ന് പറയുന്നങ്ങളെ കൊന്നുകളയും. 10 കൊല്ലം എത്ര പേരെ കൊന്നു, എന്തെല്ലാം സാധിച്ച് നിങ്ങൾ പറയൂ. അങ്ങനെ ആ ഇരുട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ എഫർട്ട്. ആ ഇരുട്ട് മാറ്റാനുണ്ടെങ്കിൽ ഈ 10 കൊല്ലത്തെ മോഡി ഡെവലപ്മെൻ്റൽ മോഡൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കിട്ടിയ ബെനിഫിറ്റ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ജൻധൻ അക്കൗണ്ട്, എത്ര പ്രോഗ്രാം ഡയറക്റ്റായിട്ട് ബാങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റാണ്. ഏതെങ്കിലും ഒരു ഹൗസിൽ ഏതെങ്കിലും 1, 2, 3 ബെനിഫിറ്റ് കിട്ടാത്ത ഏതെങ്കിലും വീട്
ഇന്ത്യ മഹാരാജ്യത്തില്ല. കേരളത്തിലെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഏതെല്ലാം വീട്ടിൽ എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തോ തന്നെ തീർച്ചയായിട്ടും അതിനെ ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അവകാശം തന്നെയാണ്. പക്ഷേ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കാമല്ലോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു ലീഡർഷിപ്പ് വളരെ വിൽഫുള്ളായിട്ട് ഇത്ര ബെനിഫിറ്റ്, വീട് വേണം, അക്കൗണ്ട് വേണം, ഡയറക്റ്റ് ബെനിഫിറ്റ് വേണം, സ്കോളർഷിപ്പ് വേണം, കൊടുക്കണമെന്ന് തീരുമാനിച്ച് ഡിസിഷൻ എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തതും വേറെ ലീഡർഷിപ്പ് ഇതൊന്നും ചെയ്യാതെ സുഖിച്ച് സ്വന്തം പോക്കറ്റ് മാത്രം നോക്കി ജീവിക്കുന്നത്, അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. അതിന് എന്തോ അതൊക്കെ നിങ്ങൾ വെറുതെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിർത്തുകയല്ല ചെയ്തത്. അതൊരു വേറൊരു ഫോമിൽ കൂടുതൽ നമ്പറാക്കിയിട്ട് കൂടുതൽ ജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങളത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ തെറ്റായ ഇൻ്റർപ്രിട്ടേഷനാണ്. ഒരു നെയിമിൽ കിടന്ന സ്കോളർഷിപ്പ് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെല്ലാത്തിനെയും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്പർ കൂട്ടി കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു പുതിയ പ്രോഗ്രാമാണ് അതിൽ കൊണ്ടുവന്നത്. നിർത്തി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ പിന്നെ മോഡി ഗവൺമെൻറ് BJP ഗവൺമെൻറ്റിൻ്റെ മുസ്ലിം വിരോധം എന്ന് പറഞ്ഞ് തീർക്കാനുള്ള പല പരിപാടിയാണ് അത്. You mean this CAA? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദുബായിലൊക്കെ പോയിട്ടില്ലേ? ദുബായിലൊക്കെ പോയിട്ടില്ലല്ലേ? നിങ്ങളാരും പോയിട്ട് നോക്കും. അവിടെ ചെന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? ഒരു രാജ്യത്തെ പൗരനാണെങ്കിൽ വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവൻ അനുവദിച്ച വിസ ടൈം കഴിഞ്ഞാൽ യു ഹാവ് ടു ബി ഔട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പിടിച്ച് ജയിലിലിടും. നമ്മുടെ രാജ്യത്ത് 143 കോടി ജനം കിടക്കുന്നിടത്ത് ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് അപ്പുറവും ഇപ്പുറവും ചുറ്റുമുള്ള എല്ലാവരും കൂടെ കുടിയേറി കഴിഞ്ഞാൽ 10 മക്കളുള്ള ഒരു വീട്ടിൽ, അതും സ്വല്പം മോശമായ വീട്ടിൽ അയൽപക്കത്തുള്ളവരും എല്ലാവരും കൂടെ കയറി താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് ചെയ്യും? അവിടെയുള്ള നിയമങ്ങളൊക്കെ വയ്ക്കും, കൺട്രോൾ ചെയ്യും. അത് മാത്രമേ അതിനകത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം, മുസ്ലിമിന എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ പറഞ്ഞ് ചെയ്യാം. നിങ്ങൾ മൊത്തം ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ, ഡിവിഷൻ്റെ സമയമുള്ള ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ, അന്നുള്ള എഗ്രിമെൻ്റ് വായിക്കുകയാണെങ്കിൽ, അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിരുന്നിരുന്നിരുന്ന് അക്യുമുലേറ്റ് ചെയ്ത് 75 കൊല്ലം കഴിഞ്ഞപ്പോൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തെറ്റ് പറയണമെന്ന് തെറ്റ് പറയാം. പക്ഷേ ഞാനത് തെറ്റ് കാണുന്നില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പരമാധികാരമുണ്ട്. ഇത് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഒരു രാജ്യത്ത് പോയി ഇങ്ങനെ കയറി നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്ത് എത്ര പേര് കിടപ്പുണ്ട്, എത്ര ടെററിസ്റ്റ് കിടപ്പുണ്ട്. ഞാൻ ഈ പൊതുയോഗങ്ങൾ സംസാരിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ച രീതിയിൽ പറയും. അല്ലാതെ ഞാൻ പോയി പ്രസംഗിച്ച് നാട്ടുകാരെ ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ എനിമിറ്റി ഉള്ളവരുടെ എലിമിറ്റി കൂട്ടാനൊന്നും അല്ല എൻ്റെ താല്പര്യം. എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾ ചോദിച്ചാൽ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ പറയുക, അത്രയേ ഉള്ളൂ. എന്തോ ആശങ്ക ഞാനല്ല കൂട്ടുന്നത്, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് അതിൻ്റെ റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം ഇൻറ്റൻഷൻ തന്നെ അതാണ്. എന്താണ് നിങ്ങൾ യു വോണ്ട് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ദാറ്റ് ദീസ് പേഴ്സൺ അഗൻസ്റ്റ് മുസ്ലിംസ് ഇൻ ഫേവർ ഓഫ് മുസ്ലിം കില്ലേഴ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഇൻറ്റൻഷൻ കൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. ഐ ഹാവ് നോട്ട് സെറ്റ് എനിത്തിങ് അഗൻസ്റ്റ് മുസ്ലിംസ്. മുസ്ലിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ മുസ്ലിം ഈ 19 കോടി മുസ്ലിങ്ങൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ സൗദി അറേബ്യയിൽ പോയാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? അതേ ഇവിടുത്തെ ഫ്രീഡം ഉണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ആരെയും മൂക്ക് തെറിപ്പിച്ചൂടെ? പള്ളിയിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് വേണോ പറഞ്ഞൂടെ? നിങ്ങൾ UAE ചെന്നിട്ട് പള്ളിയിലൊരു പ്രസംഗം നടത്തണമെങ്കിൽ അവിടെ പെർമിഷൻ വാങ്ങിക്കണം. ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു കോടതിയിൽ നിന്നിട്ട് ഒരു കൊച്ചു കാര്യം മാത്രം പഠിച്ചിട്ട് ഇവർ ചെയ്യണ എല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ ഏത് കാര്യം തെറ്റ്? ഒരു കാര്യവും തെറ്റായിട്ടല്ല ചെയ്യുന്നത്. ആ സർക്കാരല്ല മോഡി സർക്കാർ. എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് മോഡിജി പറഞ്ഞത് മുസ്ലിങ്ങളെയും മൈനോറിറ്റീസിനെയും ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്, അവരെ ചേർത്ത് നിർത്തുക. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഫിയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മോഡിജി ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നതാണെന്നറിയാം. നിങ്ങൾ അവർ ഒരു തരത്തിലും മാറ്റി നിർത്തുകയല്ല വേണ്ട, അവരെടുത്ത് പോകണം. യു മീറ്റ് ദം, സേ അസ്സലാമു അലൈക്കും, ഗ്രീറ്റ് ദം, സിറ്റ് വിത്ത് ദം, സ്മൈൽ വിത്ത് ദം, ടേക്ക് ഫുഡ് വിത്ത് ദം, ഡോണ്ട് ആസ്ക് ദം എനി വോട്ട്.
നിങ്ങൾ ഈ ഗ്യാൻ വ്യാപി ഇന്നും അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് എൻ്റെയൊക്കെ ഒരു പത്രസമ്മേളനത്തിൽ വരുമ്പോൾ എന്നെ ഇട്ട് കുരുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട. ദീസ് ആർ ഓൾ ഇഷ്യൂസ് വിച്ച് നീഡ് ഡീപ്പ് അനാലിസിസ്. മനസ്സിലായില്ലേ? ഗ്യാൻ വ്യാപിയുടെ കാര്യങ്ങളോ മറ്റ് പള്ളിയുടെ കാര്യങ്ങളോ ഡിസ്കസ് ചെയ്യാനല്ല ഞാൻ വന്നത്. ഇലക്ഷനുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം. നമ്മളെ പണ്ട് ഇവിടെ ഇരുന്ന് അപ്പുറം ഇപ്പുറം സംസാരിച്ചിട്ടുള്ളതല്ലേ. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. ഐ വിൽ ബി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് വിത്ത് an ulterior motive to drag me to nonsense which I don't want. ഞാനത് പറഞ്ഞല്ലോ. ഞാൻ പറയും ഡ്രാഗിങ് മീ ടു നോൺസെൻസ് എന്ന് പറയും. നിങ്ങളെ നോൺസെൻസ് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കൊണ്ട് ചെന്ന് ഒരു വരെ പുലിവാല് പിടിപ്പിക്കുന്ന പറയല്ലേ. നിങ്ങളെ ഞാൻ നോൺസെൻസ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഡോണ്ട് മിസ്ഇൻറ്റർപ്രറ്റ്. പറഞ്ഞത് തെറ്റാണ്. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തണം, അവരുടെ വിഷമങ്ങളെ ശ്രദ്ധിക്കണം, അവരെ കേൾക്കണം, അവർക്ക് വേണ്ടത് ചെയ്യണം, അവരോട് നിങ്ങൾ വോട്ടിന് വേണ്ടി പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററാണ് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ. ഏതാ മണിപ്പൂരിൻ്റെ ഇഷ്യൂനെ പറ്റി ഇൻ ഡീറ്റെയിൽ പറയാൻ ഞാനിപ്പോൾ തയ്യാറാകുന്നില്ല. എനിക്ക് പറയാനുള്ള അഡിക്വേറ്റ് റെഡിമെയ്ഡായിട്ട് എൻ്റെ കയ്യിലില്ല. But I know that it is not a religious issue എന്നുള്ള എനിക്കറിയാം. It is 100% a ethnic issue. It is not a religious issue എന്ന് എനിക്കറിയാം. അത് കൂടുതൽ പറയണമെങ്കിൽ ആ സ്റ്റോറി ഓവർ 100 years ഓഫ് ഡെവലപ്മെൻറ്റ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അത് ഞാൻ കേട്ടതല്ലാതെ എൻ്റെ റീകാൾ മെമ്മറിയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. ബട്ട് ദ എസൻസ് ഈസ് ദിസ്: ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയസ് ഇഷ്യൂ, ഇറ്റ് ഈസ് ആൻ എത്തനിക് ഇഷ്യൂ. ഏതാണ് ആവുമല്ല? ഞങ്ങളെ ആക്കിയൊന്നുമില്ല. നിങ്ങളായി കഴിഞ്ഞാൽ നിങ്ങളത് ഡിസ്കസ് ചെയ്യും, നിങ്ങളെ വ്യൂസ് പറയും. വി ആർ നോട്ട് ഹിയർ ടു ഡിസ്കസ് അബൌട്ട് അയോധ്യ ഇഷ്യൂ ഓർ ജാർവ്യാപി ഇഷ്യൂ ആൻഡ് ഓൾ. വി ആർ ഹിയർ ടു ഡെവലപ്പ് ഇന്ത്യ. 2047 ഡെവലപ്ഡ് ഇന്ത്യ എന്നുള്ള പോകുന്ന ആ ജേണിയിൽ മലപ്പുറം ജില്ലയിൽ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മലപ്പുറത്തുകാരെയും മലപ്പുറത്തെ ഇക്കോസിസ്റ്റത്തിനെയും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള അസിസ്റ്റൻസ്, അതിന് ഒരുപാട് പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. വി പാക്കേജ് എ പ്രാക്ടീസ് റൈറ്റ് ഫ്രം എയർപോർട്ട്, ദിസ് NRI ഡെവലപ്മെൻറ്റ്, NRI വെൽഫെയർ മിഷൻ, tourism, health, so many things. Ultimately, when you put all together, you know that will be a total development. ഞാൻ അതിന് വന്നതല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ വ്യക്തമായിട്ട് പറഞ്ഞു, I am here to talk about the Modi mantra or the Modi magic of development or the Modi model of development and the governance and our aim for making India developed by 2047. ആ പ്രോസസ്സിൽ മലപ്പുറത്തിനെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി മാത്രമാണ്. അത് മാത്രമേ ഡിസ്കഷനിലുള്ളൂ. അതിനപ്പുറമുള്ളതെല്ലാം നിങ്ങളുടെ ഡിസ്കഷനാണ്. എനിക്ക് അറിഞ്ഞും കൂടെ ഞാൻ പറയുന്നതില്ല, ഒരു ഒപ്പീനിയനും അതിനെപ്പറ്റി പറയുന്നില്ല. ഇന്ത്യ സഖ്യം എൻ്റെ അഭിപ്രായം ഒറ്റ വാക്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അവിയൽ സഖ്യം. ഒന്ന്. രണ്ടാമത് ഇറ്റ്സ് എ പവർ ഹംഗ്രി സഖ്യം. മൂന്നാമത് 10 കൊല്ലമായിട്ട് കറപ്ഷൻ നടത്തി പൈസ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ദാഹിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാർ. ഇവർ ഒന്നിച്ചു വന്നാലും ഒരു മാസം പോലും അവർ ഭരിക്കാത്ത ഒരു സോ കോൾഡ് ഇനർട്ട് മെറ്റീരിയൽ എല്ലാം കൂടെ ചേർന്നൊരു സഖ്യം. അത് ജനങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മെയിൻ സഖ്യം എന്ന് പറയുന്ന കോൺഗ്രസ് ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിത്തിൻ നോ ടൈം ഇറ്റ് വിൽ ബി ഇവാപ്പറേറ്റഡ് ആൻഡ് ദേ വിൽ ബി ജസ്റ്റ് getting themselves added to other parties. അതെനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ആസ് ഇറ്റ് ഈസ് എൻ്റെ മനസ്സിനോട് പറയുന്നു, മോഡിയെപ്പോലെ അത്രയും എഫിഷ്യൻസിയുള്ള, അത്രയും കേപ്പബിലിറ്റി ഉള്ള, അത്രയും വിഷനുള്ള, അത്രയും ഇൻക്ലൂസിവിറ്റി ഉള്ള ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു ലീഡർ ഇന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ അനുവദിക്കും. അദ്ദേഹത്തിനെ തന്നെ പറയും, ലീഡേഴ്സ് പറയും. അമിത്ഷാ ഈസ് എ ഗുഡ് പ്രൈം മിനിസ്റ്റർ. പക്ഷേ അമിത്ഷായും പറയും, എന്ത് പറയും? ഈ മോഡിജി ഈസ് ദേർ, വൈ ഷുഡ് ഐ ബി? ഹീസ് ഓൾസോ ഈക്വലി കേപ്പബിൾ. നിങ്ങൾക്ക് ഇവരെയൊന്നും അറിയാം. നിങ്ങളെവിടെ നിന്നിട്ട് ഈ കാവ്യ വസ്ത്രം മാത്രം കണ്ടിട്ട് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ആംഗിളിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. യു ഗോ ടു യോഗിജി ആൻഡ് സി UP, then you will see it is developing itself just like Dubai. You know that? എത്ര ലക്ഷം കോടികളാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്, എന്തുമാത്രം കമ്പനികളാണ് വരുന്നത്.
അവിടുത്തെ മുസ്ലിങ്ങൾ 5 കോടി മുസ്ലിങ്ങൾ എന്ത് ഹാപ്പിയാണ്. മുത്തലാഖ് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവരാണ്. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മുസ്ലിം വിമനാണ്. ഇവിടെ നിങ്ങളെ പേടിപ്പെടുത്തി ഒരു സ്ഥലത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അവർ മനസ്സിരിക്കുന്നതുകൊണ്ടും തുറന്നു പറയത്തില്ല. ഇപ്പം മലപ്പുറംകാർ നിങ്ങൾ പറഞ്ഞ മുസ്ലിങ്ങൾ എന്നെ വോട്ട് തരത്തില്ല എന്ന് പറയും. വോട്ട് തന്നില്ലെന്ന് ചോദിച്ചാൽ ഞാൻ വിഷമിക്കുകയൊന്നുമില്ല, ഞാൻ സന്തോഷത്തോടെ അങ്ങ് പോവേ ഉള്ളൂ. ഞാൻ അവരോട് പറയുന്നത് റിയാലിറ്റി ഇതാണ്. റിയലൈസ് ദ റിയാലിറ്റീസ് ഓഫ് ഇന്ത്യ. ഈ പറഞ്ഞ മോഡി ഗവേണൻസിൻ്റെ റിയാലിറ്റീസും നമ്മുടെ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ് മനസ്സിലാക്കൂ. എന്നിട്ട് നിങ്ങൾ കൂടെ ചേർന്ന് നിന്ന് മെയിൻ സ്ട്രീമിൽ കൂടെ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കാതെ ചേർന്ന് നിന്ന് ഭരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഭരണത്തിൻ്റെ മന്ത്രങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അനുഭവിച്ച് ഒന്നിച്ച് ജീവിക്കാം എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവരിക എന്ന് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. അല്ലാതെ മുസ്ലിം ലീഗിനെ ചീത്ത പറയാനോ. ഏതാ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാനുള്ള എല്ലാം ഞാൻ സ്റ്റോർ വെച്ചിട്ടില്ല. ആദ്യമേ നക്കുവി ഉണ്ടായിരുന്നു എനിക്കറിയാം. നിങ്ങളതൊക്കെ you are all techie people. You go to the Google and ask. Google will give you, or ChatGPT will give you all the information. Don't make me ChatGPT or Google. അയ്യോ, നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ വൺ മാൻ ദിസ് തിങ് മനസ്സിലായില്ലേ? Ultimately I say one word. If Malappuram wishes to be a part of 2047 Vikasit Mantra, yes, we are here to join the team here in Malappuram people and also just bring them together to the mainstream, work together and develop this on par with any other best developed nation in this world. അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അജണ്ട. അത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ തള്ളിക്കഴിഞ്ഞാലും ഞങ്ങളൊന്നും പറയാൻ പോലില്ല. എന്തോ ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. ആദ്യം നിങ്ങളെ പോലെയുള്ള ആൾക്കാരല്ലേ എൻ്റെ പമ്പാടിയാൻ വരുന്നത് വിത്ത് അൾട്ടീരിയർ ബാഡ് ഇൻറ്റൻഷൻസ്. നിങ്ങൾ എന്നെ മുസ്ലിം വിരോധിയാക്കാനല്ലേ നിങ്ങളിവിടെ ശ്രമിച്ചത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയത്തുമില്ല. ഞാനിവിടെ ഇരുന്ന് കുറേ തഴക്കം വന്ന ആളല്ലേ. നിങ്ങളെന്നെ കാലിക്കറ്റ് വീശി ആയിരുന്നപ്പോൾ പൊരിക്കാൻ കുറേ നോക്കിയതല്ലേ. ഈ DYFIക്കാർ പൊരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ പൊരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതല്ലേ അല്ലേ? അതൊക്കെ സ്റ്റാൻഡ് ചെയ്തില്ലേ? അത് ഞാൻ ഇനിയും സ്റ്റാൻഡ് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ സ്വല്പം പൊളിറ്റിക്കൽ തൊലിയൂടെ ഉള്ളതുകൊണ്ട് ഐ വിൽ ബി ലിറ്റിൽ മോർ ടോളറൻറ്റ്. ഐ ലേൺ വാട്ട് ഈസ് എ പൊളിറ്റീഷ്യൻ നൗ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കാഡമിഷ്യൻ പൊളിറ്റീഷ്യൻ, ഹൗ ടു ഡീൽ ദിസ് സോർട്ട് ഓഫ് പീപ്പിൾ, റൈറ്റ്? അതാണ് ഞാൻ പറഞ്ഞത്. അക്കാഡമിഷ്യൻ ടേൺഡ് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടും അറിയാം, പ്രാക്ടിക്കൽ പാർട്ടും അറിയാം. തിയറി ആൻഡ് പ്രാക്ടിക് ഓഫ് ദി vision of development and execution of development and the progression of development. And when നിങ്ങൾക്കറിയാം മെനഞ്ഞാന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫുൾ മിനിസ്റ്റേഴ്സ് ഇരുന്ന് ഒരു ദിവസം ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? ദാറ്റ് ഈസ് ടു ഡെവലപ്പ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ നെക്സ്റ്റ് 23 years to achieve വികസിത് മന്ത്ര ഡെവലപ്മെൻറ്റ് 2047. 23 yearsന് മുമ്പ് മോഡിജിയുടെ വിഷനാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു അച്ഛൻ മക്കൾക്ക് വേണ്ടി മക്കളെ പഠിപ്പിക്കണം, മക്കളെ വീട് വയ്ക്കണം എന്ന് പറയുന്നത് പോലെ അതുപോലെ ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തെ കൈതൂപ്പി നിന്നത്. മനസ്സിലായി? അല്ല നിങ്ങൾ പറയുന്നത് ഞാനൊത്തി വിദ്യാഭ്യാസമുള്ളവരാണ്, മുസ്ലിങ്ങളെ കൊല്ലാനാണെങ്കിൽ എൻ്റെ തല കൊണ്ട് വെച്ചു കൊടുക്കും, എന്നെ കൂടെ കൊല്ലാൻ പറയുമോ? നോ, ഐ വോണ്ട് ഡു ദാറ്റ്. അത്രയും വലിയ മണ്ടനൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല ഇവിടുത്തെ മനുഷ്യരോട് ഞാൻ പറയണത്. വൈ ഷുഡ് ഐ സേ മുസ്ലിം? ഇവിടുത്തെ 41 ലക്ഷത്തിൽ 15 ലക്ഷം വോട്ടേഴ്സിനോട് ഞാൻ പറയുന്നു, സഹോദരന്മാരെ, നമുക്കൊന്നിച്ച് നീങ്ങാം. ഞാൻ നിങ്ങളെ എനിമിയാവത്തില്ല. നിങ്ങൾ പറയുന്ന പോലെ മോഡിജിയും BJPയും നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങൾ പഠിച്ചാൽ അത് നിങ്ങളുടെ മിത്രങ്ങളാണ്. നമുക്ക് ഒന്നിച്ച് ചേരാം, ഒന്നിച്ച് ജീവിക്കാം, ഒന്നിച്ച് പുരോഗമിക്കാം. 2047 നമുക്കും വികസിതമാവാം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ ബൈ ബൈ പറഞ്ഞാൽ ഞാനും ബൈ ബൈ പറഞ്ഞു പോകും. താങ്ക് യു. എന്തോ പറ്റിയ കാര്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രത്യേകം ചോദിക്കുന്നത്. നിങ്ങളെ വോട്ട് എനിക്ക് തന്നില്ലേ നിങ്ങൾ തനിയെ അറിയും. മനസ്സിലായില്ലേ? നിങ്ങളെ എന്താ റേസ് പോണ കണ്ടാൽ എനിക്കറിയാം. യു വാണ്ട് ടു പെയിന്റ് മീ ആസ് എന്താ ഒരു ആന്റി മുസ്ലിം പേഴ്സൺ. നോ, ഐ ആം നെവർ. നിങ്ങളെല്ലാം ആരാ എന്നെ ചോദിച്ചു? മുസ്ലിമിൻ്റെ കാര്യം ചോദിച്ചില്ലേ?
പിന്നെ മുസ്ലിം ലീഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാർട്ടിയാണ്, എനിക്ക് കടപ്പാടുള്ള ഒരു പാർട്ടിയാണ്. ഞാൻ വൈസ് ചാൻസലർ ആവുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ലിസ്റ്റ് എടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എനിക്കിങ്ങനെ അവരെ മറക്കാൻ കഴിയും? പിന്നെ when I became a politician, when my party asked me to contest in a place, I have to obey them. That's it. അല്ല ഞാൻ ഇങ്ങനെ മുസ്ലിം ലീഗിന് വിരോധിയാവും? എന്തോ സംശയമില്ലാത്ത കാര്യമില്ല. നിങ്ങൾ എന്താ പറയണത്? ഒരു പാർട്ടി ഒരു സമയത്ത് നിങ്ങളെ ഒരു പൊസിഷൻ തന്ന് അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ നന്ദിയോട് കാണിക്കുക. അത് നിങ്ങളുടെ ഭാഷ്യം, അത് നിങ്ങളുടെ ഭാഷ്യം, അത് നിങ്ങൾ പറയുന്നതിന്റെ സ്പിരിറ്റ് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. മുസ്ലിം ലീഗ് നിങ്ങൾ നോക്കിയോ, ഒരു കാര്യം എവിടെ നിന്ന് പറഞ്ഞു തരാം. ഇന്നല്ലെങ്കിൽ നാളെ നോക്കിക്കോ, മോഡിയുടെ ഈ സ്റ്റെബിലിറ്റി 24, 29, 34, 39, 44 എന്ന് പറഞ്ഞ പോക്കും ആ ഒരു സ്റ്റെബിലിറ്റി ഓഫ് ഗവർണൻസും കണ്ടു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ല ഈ രാജ്യത്തെ എല്ലാ പാർട്ടികളും നാളെ BJPയോട് ചേർന്ന് നിൽക്കേണ്ട കാലം വരും. NDAയുടെ അലയായേണ്ടി വരും. കാര്യം എന്താണെന്നറിയാം? This NDA is not a poisonous party. It is an inclusive party, people's party for all. That is why Modi says sabka saath, sabka vikas, sabka vishwas and sabka prayas. അവിടെ ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ പേര് കൊഞ്ഞണം കുത്തി എന്ന് പറഞ്ഞൊന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല. BJP will continue, others will join us. This is time. ഈവൻ മുസ്ലിം ലീഗിനും ഇപ്പൊ NDAയിൽ ചേരാൻ പറ്റിയ സമയം തന്നെയാണ്. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ചേരണമെന്ന്. മുസ്ലിങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ചേരുന്നത്. പാവപ്പെട്ട ഇന്നസെന്റ് മുസ്ലിങ്ങളെ ഇനി നിങ്ങളെ കഷ്ടപ്പെടുത്തരുത്. പണമുള്ള മുസ്ലിങ്ങളെല്ലാം ഡൽഹിയിൽ പോയി കാര്യങ്ങൾ സാധിക്കും. പാവപ്പെട്ട എന്ത് ചെയ്യും? എന്നെ പലരും വിളിക്കും. ഞാൻ അവർക്ക് പലതും ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ലെറ്റ് ദം ബി വിത്ത് ദ മെയിൻ സ്ട്രീം, ലെറ്റ് ദം ഷെയർ ദ പവർ and let them be with the stable government. അതാണ് അവർക്കും നല്ലത്. താങ്ക് യു വെരി മച്ച്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും മലപ്പുറം ലോകസഭയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം C. വാസുദേവൻ മുൻ ജില്ലാ പ്രസിഡന്റാണ് 2 പ്രാവശ്യം. അതേപോലെ തന്നെ ഇപ്പോൾ നാഷണൽ കൗൺസിൽ മെമ്പറാണ്. ഇത് K. രാമേന്ദ്രൻ മുൻ ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. വയനാടിന്റെ പ്രഭാരി കൂടിയാണ്. അപ്പുറത്തുള്ളത് സത്താറാജി ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ്. എൻ്റെ പേര് പ്രേമൻ മാസ്റ്റർ, പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി.